ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാറ്റോണിക് എക്സ്. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊട്ടേഷൻ വർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു KSRTC ബസ് അടിച്ചു മാറ്റാനാണ്. ഈ കൊട്ടേഷൻ വർക്ക് തന്നത് വാസുണ്ണ എന്ന് പറയുന്ന ഒരാളാണ്. അവരെ റിവീൽ ചെയ്യുന്നതാണ് അവരെ റൂള്. എന്താണെന്ന് വെച്ചാൽ അവർ ഇതുപോലത്തെ അല്ലറ ചില്ലറ പണികൾ ഒപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അവരെ റിവീൽ ചെയ്തതിന് വീഡിയോ കണ്ട് ഞാൻ ലൈവ് ഇടുന്ന വീഡിയോ കണ്ട് അവർ പോലീസുകാർ പൊക്കൂലോ. അതുകൊണ്ടാണ് ലൈവല്ല, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അവരെ റിവീൽ ചെയ്യാറ്. പേര് ഒറിജിനലല്ല, അവരെ ഏകദേശമുള്ള ഒരു പേരാണ്, ആർക്കും അങ്ങനെ അറിയാത്ത ഒരു പേര്. അപ്പോൾ KSRTC അടിച്ചു മാറ്റാനാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലം കുറച്ച് ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത് അയാൾ. എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ 1-2-3 പോലീസ് സ്റ്റേഷനിലുള്ള സ്ഥലമാണ്. അപ്പോൾ അടിച്ചു മാറ്റിയാൽ നമ്മൾ കുടുങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. അവർ പൈസ പറഞ്ഞത് 1 ലക്ഷമാണ്. അത് കേട്ട പാടി കേൾക്കാത്ത പാടി ഞാൻ അപ്പാടി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങിയതാണ്. അപ്പോൾ കുടുങ്ങിയാൽ നമ്മളകത്താവും. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കാം. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ഥലം ഏകദേശം എത്താനായിട്ടുണ്ട്. ഇന്ന് കുറച്ച് കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ കൊട്ടേഷൻ വർക്ക് നമ്മൾ പോലീസൊന്നും പിടിക്കാണ്ട് ഒന്നും ചെയ്യാണ്ട് നമുക്ക് നേരെ അയാളുടെ കയ്യിൽ, വാസുണ്ണൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾ പിന്നെയും ഓഫർ ചെയ്ത് ഇതുപോലത്തെ ജോലികൾ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുശാലാണ് ഗൈസ്. അപ്പോൾ ഒന്നെങ്കിലും പിടിക്കാണ്ടല്ല, നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് അടിച്ച് മാറ്റാം. ആ സ്ഥലം കുറച്ച് ഡേഞ്ചറാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ ഒരു പേടി ഗൈസ്. അപ്പോൾ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഈ വർക്ക് ഈസി ആയിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് തന്നെ ഈ വർക്ക് തന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുശാലായിരിക്കും ഗൈസ്. പൈസ ഇങ്ങനെ വാരി വെതറാലോ. അപ്പോൾ എങ്ങനെയെങ്കിലും അടിച്ച് മാറ്റണം. നമ്മൾ സ്ഥലം എത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കുക, അല്ലെങ്കിൽ പണി പോലീസുകാരെല്ലാം നേരത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഓടി വന്ന് ഈ വണ്ടി കയറി പോകാലോ ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒതുക്കിയിടാം. അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ വണ്ടി ഉണ്ടാവണമല്ലോ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. പക്ഷേ അവിടെയായിട്ടും KSRTC ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ അയാൾ ഓട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാവും ഗൈസ്. അപ്പോൾ നമുക്ക് അയാളുടെ അടുത്തോട്ട് ഒന്ന് പോകാം. ഇതെന്നാ തൊടുമ്പെല്ലാം പോകുന്നു ഗൈസ്. ഇവരെ എടുത്ത ബംഗാളിക്കാരെ ഇത് മര്യാദക്കൊന്ന് ഫിറ്റ് ആയിരിക്കുന്നു. തൊടുമ്പെല്ലാം പോകുന്നുണ്ട് ഗൈസ്. തൊടുമ്പക്ക് എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിട്ടുണ്ടാവും ഗൈസ്. അതാണെന്ന് തോന്നുന്നു വീടല്ല, ബസ് നിർത്തിയിരുന്ന സ്ഥലം. ഗൈസ്, അവിടെ KSRTC ഉണ്ട് ഗൈസ്. ഇവിടെ KSRTC ഉണ്ട്. ഇവിടെ ആരുമില്ല, ആരും കാണുന്നില്ല എന്ന വിശ്വാസത്തിൽ നമ്മളിതാ കയറുകയാണ്. മച്ചാനെ വണ്ടി വിട്ടോ. പക്ഷെ നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ലേ. നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ തിരിയും. നമുക്ക് വാസുണ്ണൻ്റെ അണ്ടർ വേൾഡ് ഗാരേജ് ഉണ്ട്. അപ്പോൾ ഇത് തട്ടാണ്ട് മുട്ടാണ്ടെല്ലാം കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് നേരെ ആ ഗാരേജിലേക്ക് വിടാം. ആ ഗാരേജ് ഹിഡനാണ്, കാണിക്കാൻ പാടില്ല. നമ്മൾ ഏകദേശം അവിടെ എത്തുന്നവരെ നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ആരും കാണാണ്ട് നമ്മൾ KSRTC അടിച്ചിരിക്കുന്നു. പറയാനായിട്ടില്ല, ഇവിടെ കുറേ ഡേഞ്ചറാണ്. ആരെങ്കിലും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ മൂഞ്ചും ഗൈസ്. അപ്പോൾ നമ്മൾ എൻ്റെ മനസ്സിൽ സക്സസ്ഫുള്ളി ഞാൻ എടുത്തിരിക്കുന്നു. ഇനി എങ്ങനെയെങ്കിലും ആ ഗാരേജ് വരെ എത്തുന്നവരെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ വാസുണ്ണൻ ഇപ്പം വിളിച്ചിരുന്നു ഗൈസ്. ഗാരേജ് കൊണ്ടുപോകേണ്ട ബസ് ഇവിടെ വെക്കാനാണ്. പിന്നീട് വാസുണ്ണൻ വന്ന് എടുത്തു കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ
അവർ അവർ കൊണ്ടുപോട്ടെ, നമ്മളെ എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കി തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, അതൊന്നും മറക്കാണ്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.